പ്ലം കേക്കിന് വേണ്ടിയിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഒരു വ്യത്യാസവുമില്ലാതെ അടിപൊളിയായി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് 1 ടേബിൾ സ്പൂൺ മിക്സഡ് ഫ്രൂട്ട് ജാം കൂടി ആഡ് ചെയ്ത് 1 കപ്പ് ഓറഞ്ച് ജ്യൂസിൽ ഒരു 1 അവർ സോക്ക് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ ഒരു പാനിലോട്ട് ഷുഗർ ഒന്ന് പരത്തിയിടുക. ഷുഗർ എല്ലാം ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ അത് മിക്സ് ചെയ്യാം. അതിലേക്ക് ഒരു 1/2 കപ്പ് ഹോട്ട് വാട്ടർ ഒഴിച്ചു കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി അതിൻ്റെ ഹാഫ് ഒന്ന് മാറ്റി വയ്ക്കുക. ബാലൻസ് ഉള്ളത് വീണ്ടും പാനിലോട്ട് ഒരു സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ്സ് തിളപ്പിക്കുക. ഷുഗർ സൊല്യൂഷൻ എല്ലാം അതിലേക്ക് ആ ഫ്രൂട്ട്സിലോട്ട് ഒന്ന് അബ്സോർവ് ചെയ്തതിന് ശേഷം അത് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അടുത്ത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് മൈദ, ബേക്കിംഗ് പൗഡർ, ഗ്രാമ്പ് പൊടിച്ചത്, ജാതിക്ക പൊടിച്ചത്, കറുവാപ്പട്ട പൊടിച്ചത്, ഇഞ്ചിപ്പൊടി ഇവയെല്ലാം കൂടെ ഒരു 2 to 3 ടൈംസ് അരിച്ചെടുത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ അതിലോട്ട് ഓറഞ്ച് സെസ്റ്റും നട്ട്സും പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ പൊടിയും കൂടെ ചേർത്ത് ഫോൾഡ് ചെയ്ത് മാറ്റിവെക്കാം. നെക്സ്റ്റ് നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് റൂം ടെമ്പറേച്ചറായ ബട്ടർ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിലോട്ട് ഗ്രാനുലേറ്റഡ് ഷുഗർ നന്നായി ആഡ് ചെയ്യുക. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് വാനില എസൻസും പൈനാപ്പിൾ എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. പ്ലം എസൻസ് ഉണ്ടെങ്കിൽ അതൊരു 2 to 3 ഡ്രോപ്സ് കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന കാരമൽ സിറപ്പ് കൂടെ ഒഴിച്ചു കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കുക. 3 എഗ്സ് ആഡ് ചെയ്യാം. എഗ്ഗ് ആഡ് ചെയ്യുമ്പോൾ 1 by 1 ആയിട്ട് ആഡ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് മാറ്റാം. ഇതിലോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആഡ് ചെയ്ത് ഒരു സ്പാച്ചുല ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓവർ ബീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരമലൈസ് ചെയ്ത് വെച്ചേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കിയെടുക്കാം. ബേക്കിങ്ങിനായിട്ടുള്ള ട്രേ സെറ്റ് ചെയ്യാം. ബേക്കിംഗ് ട്രേയിലോട്ട് ബേക്കിംഗ് പേപ്പർ ഇട്ട് കുറച്ച് ബട്ടർ അല്ലെങ്കിൽ ഓയിൽ ബ്രഷ് ചെയ്യാം. എന്നിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന മിക്സ് അതിലോട്ട് സ്പ്രെഡ് ചെയ്യാം. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് കാഷ്നട്ട്സും റൈസിൻസും ഉപയോഗിച്ച് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഓവൻ ഒരു 160 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്യാം. എന്നിട്ട് 160 ഡിഗ്രി തന്നെ ഒരു 45 to 1 അവർ ബേക്ക് ചെയ്തെടുക്കാം. വളരെ റിച്ച് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. പ്ലം കേക്ക് ഒരു 2 to 3 ഡേയ്സ് കഴിഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും പറയാനില്ല, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഫുൾ വീഡിയോ ലിങ്കും കൂടെ ഞാൻ അറ്റാച്ച് ചെയ്തേക്കാം. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും നല്ല റെസിപ്പിക്ക് വേണ്ടിയിട്ട് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഓൾ.